Morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ ടു JCI ആയിരുന്നു അല്ലെ? പോയിന്റ്സുകളൊക്കെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഓർക്കുന്നുണ്ടോ? പോയിന്റ്സ് വായിച്ചു നോക്കിയായിരുന്നോ? വായിക്കാട്ടോ എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെ അപ്ഡേറ്റ് ആയിട്ട് വായിച്ചു വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് JCI എന്നാണ് കേട്ടോ അവിടെ JCI അക്രഡിറ്റേഷൻ. ഓക്കെ, സ്ക്രീനിൽ L എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രിന്റ് ഔട്ടിൽ കറക്റ്റ് അല്ലേ? നെക്സ്റ്റില് JCI accreditation. JCI accredits 8 type of health care programs. ഏതൊക്കെയാണ് JCI ആയിട്ട് ബന്ധപ്പെട്ട JCI accreditation? അല്ല, തെറ്റാണോ? അവിടെ JCI എന്നാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ JCI accreditation കൊടുക്കുന്ന ഒരു 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ഉണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്, ഇതിലൊക്കെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ഹോസ്പിറ്റൽസ് അല്ലെ, ഹോസ്പിറ്റൽസ്. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിന് ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. നമുക്കറിയാം എന്താണ്, ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ JCI എന്ന് പറഞ്ഞാല്. എന്താണ് ഫുൾ ഫോം, ഓർക്കുന്നുണ്ടോ? JCIയുടെ ഫുൾ ഫോം എന്താ? Joint Commission International. വെരി ഗുഡ്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇന്റർനാഷണൽ തലത്തില് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ഇനി എന്താണ്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? അക്കാദമിക് എന്ന് പറയുമ്പോൾ അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എഡ്യൂക്കേഷനുമായിട്ടല്ലേ? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്? നഴ്സിംഗ് മേഖലകള്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഈ മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട് അല്ലെ, MBBS. ഓക്കെ, ഇതൊക്കെ എന്താണ്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. മെഡിക്കൽ കോളേജ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ റിസർച്ച് സെന്റേഴ്സ് ഇല്ലേ, ഇതൊക്കെ പറയാം കേട്ടോ. ഇനി എന്താണ്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? ആംബുലൻസ് ആണോ? ആംബുലേറ്ററി കെയർ എന്ന് പറയുമ്പോ പിന്നെന്താ? ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത്, എക്സാമ്പിൾ പറയുന്നത് ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കുകള്, ഡോക്ടേഴ്സ് ക്ലിനിക്ക്, ഓഫീസ്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം കേട്ടോ. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എക്സാമ്പിൾ ആണ് ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുന്നത്, ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കുകള്, അതുപോലെ തന്നെ ഓഫീസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി ക്ലിനിക്കൽ ലബോറട്ടറി എന്നറിയാലോ, ലാബുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഹോം കെയർ ഫെസിലിറ്റീസ്. ഹോം കെയർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണോ? പാലിയേറ്റീവ് കെയർ. ഓക്കെ, ഇനി ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ദീർഘകാല പരിചരണം നടത്തുന്നത്. അതും നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ, പാലിയേറ്റീവ് കെയർ. അതുപോലെ തന്നെ നഴ്സിംഗ് ഹോമുകള്, റീഹാബിലിറ്റേഷൻ സർവീസുകള്, റിട്ടയർമെന്റ് ഹോംസ്, ഇതൊക്കെ നമുക്ക് ലോങ് ടേം കെയറിൽ പറയാൻ പറ്റും. ഇനി മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് ഏതൊക്കെ വരാം? മെഡിക്കൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ആംബുലൻസ് പറയാൻ പറ്റുമോ അല്ലെ? നമുക്ക് പലതരത്തിലുള്ള ആംബുലൻസ് സർവീസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് പലതരത്തിലുള്ള ആംബുലൻസ് സർവീസ് ആയിട്ട് വരുന്നത്? റോഡ്, എയർ, വാട്ടർ ഇല്ലേ? ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ആംബുലൻസ് സർവീസ് നമുക്ക് പറയാൻ പറ്റും. ഇനി പ്രൈമറി കെയർ സെന്റേഴ്സ് എന്ന് പറയാൻ പറ്റും. പ്രൈമറി കെയർ സെന്ററിൽ
ഹെൽത്ത് സെന്റേഴ്സ് ഇതൊക്കെ നമുക്ക് എന്തിൽ പറയാൻ പറ്റും? വെരി ഗുഡ്, ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും, സബ് സെന്റർ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് JCI അക്രഡിറ്റ്സ് 8 ടൈപ്പ് JCIയുടെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് JCI 5th edition, effective from 1st April 2014. Okay, JCIയുടെ 5th edition പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1st April 2014 അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 5th edition പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1st April 2014. Consist of 4 sections. 4 sections ഉണ്ട്. Section 1, Section 2, Section 3 and Section 4. ഓക്കെ, നമ്മളിത് പറയുന്നതിനെക്കാട്ടിലും മുൻപ് നമ്മൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞു തരാം, കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. നിങ്ങൾക്ക് ഈ കോഴ്സിൽ എത്ര മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്? HA കോഴ്സിൽ എത്ര മൊഡ്യൂൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്? 4 മൊഡ്യൂൾ അല്ലേ? ഓക്കെ, 4 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. ആ ഓരോ മൊഡ്യൂളിലും ചാപ്റ്റേഴ്സ്, കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് മൊഡ്യൂളില് 13 ചാപ്റ്റേഴ്സ് ആണ്. അങ്ങനെ സെക്കൻഡ് മൊഡ്യൂളില് പല പല ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ആ ചാപ്റ്റേഴ്സില് ഇപ്പോ ഫസ്റ്റ് എടുക്കാം, നമുക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ കുറച്ച് കാര്യങ്ങൾ, യോഗ, യുനാനി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണോ? 4 സെക്ഷൻ, 4 മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? JCI സ്റ്റാൻഡേർഡ്സിൽ 4 സെക്ഷൻ ഉണ്ട്. 4 സെക്ഷൻ ഉണ്ട്. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സില് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മള്. ഓക്കെ, ഇത്ര വരെ ഓക്കെ ആണോ? ഇനി ആ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനില്ലേ നമുക്ക്? ഓരോ ചാപ്റ്ററിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ പഠിക്കുന്നതിനെ, ആ കുറച്ച് കാര്യങ്ങളെയാണ് നമ്മള് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? 4 മൊഡ്യൂള്, 4 സെക്ഷൻ ഉണ്ട്. ആ 4 സെക്ഷനിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ്, കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലേ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്റ്റാൻഡേർഡ്സും നമ്മൾ നല്ല രീതിയിൽ എന്താണ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഇനി ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഓരോ മെഷറബിൾ എലമെന്റ്സ് വെച്ചിട്ടാണ്. ഓക്കെ, മെഷറബിൾ എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ എന്തൊക്കെ നമ്മൾ നോക്കണം? എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കണം? സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കണം. പറഞ്ഞുതരാം, പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം കേട്ടോ. ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ അവിടെ നോക്കേണ്ട മെഷറബിൾ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ എന്താണ് ഇൻസിഡന്റ് റിപ്പോർട്ടുകളുടെ കാര്യങ്ങൾ അല്ലെ. ഓരോ ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാവും, ആ ഇൻസിഡന്റിന്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി എന്താണ് സേഫ്റ്റി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻസുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ് പാലിച്ചാൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. ക്ലിയർ ആയോ? 4 സെക്ഷൻ ഉണ്ട്. ഓരോ സെക്ഷനിലും ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കാനുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ്സിന് കൃത്യമായിട്ട് നമ്മൾ സ്കോർ കൊടുക്കണം. ഓരോ സ്കോറും, ആ സ്കോർ കൊടുക്കുന്നത് എങ്ങനെയാണ്? മെഷറബിൾ എലമെന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ അതിന്റെ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ഇൻസിഡന്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ?
സേഫ്റ്റി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് ഓരോ സ്റ്റാൻഡേർഡ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കോർ കൊടുക്കുന്നത്. എത്ര വരെ ഓക്കെ ആണോ? സ്റ്റാൻഡേർഡ് എന്താണ്, മിസ്റ്റബിൾ എലമെന്റ് എന്താണ്, അതുപോലെ ചാപ്റ്റർ ഏതൊക്കെയാണ്, അതുപോലെ സെക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു എന്താണ്, JCIയുടെ 5th എഡിഷൻ വന്നത് 1st April 2014 അതിനെന്താണ് 4 സെക്ഷൻ ഉണ്ടല്ലേ, ഓരോ സെക്ഷനും. അതുപോലെ തന്നെ ആ സെക്ഷന്റെ ഉള്ളിൽ സെക്ഷൻ 2 നോക്കിയാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അവിടെ ACC, PFR, AOP ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റോ എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു നോക്കിയേ. ചാപ്റ്റർ ആണോ, സ്റ്റാൻഡേർഡ് ആണോ, മിസ്റ്റബിൾ എലമെന്റ്സ് ആണോ? ഏതാ വരാം? ACC, PFR, ചാപ്റ്റർ. കിട്ടിയോ? മനസ്സിലായോ? ACC, PFR എന്ന് പറഞ്ഞത് ഓരോ സെക്ഷനും ഉണ്ടല്ലേ, ഓരോ മൊഡ്യൂള് അല്ലെ, മൊഡ്യൂള് വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓരോ മൊഡ്യൂളും ഉണ്ട്, അതിന്റെ ഉള്ളിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. കിട്ടിയില്ലേ? ഇനി ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ സ്റ്റാൻഡേർഡ്സിന് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നത് എങ്ങനെയാണ് നോക്കുന്നത്, മിസ്റ്റബിൾ എലമെന്റ്സ് വെച്ചിട്ടാണ്. ഇത്രയും വരെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെക്ഷൻ, ചാപ്റ്റർ, സ്റ്റാൻഡേർഡ്, മിസ്റ്റബിൾ എലമെന്റ് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 1 includes accreditation participation requirements. എന്താണ് സെക്ഷൻ 1 പറയുന്നത്? APRന്റെ ഫുൾ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. എന്ത്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. ഓക്കെ, APR stands for accreditation participation requirements. അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതാണ് ആ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. കിട്ടിയോ? APR എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ മാത്രമുള്ളൂ സെക്ഷൻ 1. ഇനി സെക്ഷൻ 2 നോക്കിയേ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, സെക്ഷൻ 2 എന്ന് പറയുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതിൽ ഉൾപ്പെടുന്ന ചാപ്റ്റേഴ്സ് ആണ് എന്ത്? IPST, ACC, PFR, AOP, COP. ഇനി എന്താണ്? ASC, MMU, PFE. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് സെക്ഷൻ 2 ഉൾപ്പെടുന്നത്. ഇനി ഫസ്റ്റ് നോക്കാം IPST. IPSTയുടെ ഫുൾ ഫോം ഒന്ന് മിസ് പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഇന്റർനാഷണൽ ഉണ്ടോ? ഓക്കെ, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ ആണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ ഓക്കെ, അപ്പോ ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ ആണ്. അപ്പൊ അതിന് പറയുന്നത് എന്താണ്? വരുന്ന പേഷ്യന്റിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ACC, access to care and continuity of care. എന്താണ്? വരുന്ന പേഷ്യന്റിന്റെ കെയറിലേക്കുള്ള ഒരു പ്രവേശനം അല്ലെ, പ്രവേശനം അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി, അതിന്റെ പിന്തുടർച്ചയും അതാണ് ACCയിൽ പറയുന്നത്. വരുന്ന പേഷ്യന്റിന്റെ കെയറിലേക്കുള്ള പ്രവേശനവും അതുപോലെ തന്നെ അതിന്റെ പിന്തുടർച്ചയും. ഇനി എന്താണ്? PFR, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. നമുക്കറിയാം അല്ലെ, വരുന്ന പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയെയും അവകാശങ്ങളുണ്ട് അല്ലെ, അവർക്ക് അവകാശങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത് ഏതില്?
PFR വരുന്നത്. പേഷ്യന്റിന്റെയും ഫാമിലിയുടെയും അവരുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. ഇനി എന്താണ് AOP, അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്. അസസ്മെന്റ് ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് മരുന്നിന്റെ കാര്യങ്ങള്, മരുന്നിന്റെ ട്രീറ്റ്മെന്റുകള്, അതൊക്കെ എന്താണ് അസസ് ചെയ്യുന്നത് കേട്ടോ. മരുന്നിന്റെ കാര്യങ്ങളാവാം, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളാവാം, ഇതൊക്കെ വിലയിരുത്തുന്നതിനെയാണ് നമ്മള് AOP സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത് COP, കെയർ ഓഫ് പേഷ്യന്റ് ആംബുലേറ്ററി. അപ്പൊ എന്താണ്, ഏത് തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് കൊടുക്കുന്നത്? ചിലപ്പോ ഔട്ട് പേഷ്യന്റ് സർവീസ് ആവാം, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസ് ആവാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സർവീസ്, അങ്ങനെയുള്ള കെയറിനെ പറ്റിയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് COP എന്ന് പറയുന്നത്. കെയർ ഓഫ് പേഷ്യന്റ്. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണോ? IPSG, ACC, PFR, AOP, COP. ഇനി നെക്സ്റ്റ് ആണ് ASC, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ. നമുക്കറിയാലോ അനസ്തേഷ്യ അതുപോലെ തന്നെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട കെയർ കൊടുക്കുന്നത്. ഇനി എന്താണ് MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ എന്താണ് യൂസും ആണ് ഇതില് വരുന്നത്, ഈ സ്റ്റാൻഡേർഡിൽ വരുന്നത് കേട്ടോ. കൊടുക്കുന്ന മരുന്നിന്റെ യൂസേജും അതിന്റെ മാനേജ്മെന്റുമാണ് MMUല് വരുന്നത്. ഇനി PFE, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. എന്താണ്, പേഷ്യന്റിനായാലും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കായാലും കൊടുക്കുന്ന അവയർനെസ്, പലതരത്തിലുള്ള അവയർനെസ് കൊടുക്കാം, അല്ലെ? അവരുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടത്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെ പലതരത്തില് ഡോക്ടേഴ്സ് അവർക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PFE വരുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ സെക്ഷൻ 2 വരുന്ന ചാപ്റ്റേഴ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി മിസ് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് പറഞ്ഞു തരാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എക്സ്പാൻഡ് ഫോം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ കേട്ടോ, IPSG, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, IPSG. ഇനി നെക്സ്റ്റ് MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, MMU. ലാസ്റ്റ് വൺ PFE, patient and family education. Patient and family education. Next ആണ് section 3, consists of healthcare organization management standards. എന്താണ്, ആരോഗ്യ പരിചരണ സംഘടനയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ്. എന്താണ് ആൽവിൻ, ക്ലിയർ ആയില്ല? ഇതിന്റെ എക്സ്പാൻഡ് ഫോം മാത്രം ചോദിക്കുള്ളൂ കേട്ടോ. എക്സ്പാൻഡ് ഫോം ഞാൻ അണ്ടർലൈൻ ചെയ്ത് തന്നത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചത് കേട്ടോ, അതും ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് വൺ ഉണ്ട്, അതുപോലെ തന്നെ MMU, PFE, അത്രയും ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഫസ്റ്റ് APRന്റെ ഫുൾ ഫോം ചോദിക്കാവുന്നതാണ്. അതും കൂടി ഫസ്റ്റ് സെക്ഷനിലെ ഒന്നും കൂടി അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. തേർഡ് സെക്ഷനിൽ എന്താ പറയുന്നത്, ആരോഗ്യ പരിചരണ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ്, സ്റ്റാൻഡേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്, QPS. QPSന്റെ ഫുൾ ഫോം എന്താ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, അല്ലെ? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങള്, അതുപോലെ പേഷ്യന്റ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്.
QPS വരുന്നത്. ഇനി PCI എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, എന്താണ്? ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള കാര്യങ്ങളാണ് PCI. എന്താണ്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. ഇനി എന്താണ്? GLD, ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസുകള്, അതുപോലെ തന്നെ അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ഇവയ്ക്ക് ഭരണവും നേതൃത്വവും അതുപോലെ തന്നെ ലക്ഷ്യവും എങ്ങനെയുള്ളതാണ്? ഇവയുടെ ഹോസ്പിറ്റലിന്റെ അതുപോലെ തന്നെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഗവേണൻസ്, അല്ലെ? ഗവേണൻസ്, ഭരണം, ലീഡർഷിപ്പ്, നേതൃത്വം, അതുപോലെ തന്നെ ഡയറക്ഷൻ, ലക്ഷ്യങ്ങള് എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് GLD-യിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ്? FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, FMS എന്ന് പറഞ്ഞാല് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. ഇനി എന്താണ്? സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് SQE. SQE എന്ന് പറഞ്ഞാല് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി MOI എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് കൃത്യമായി മാനേജ്മെന്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് ഇത് MOI എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 3യുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ QPS. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. QPS, എക്സ്പാൻഡ് QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഇനി നാലാമത്തേതാണ് FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അത്രയേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. തേർഡ് സെക്ഷനിൽ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സ്ട്രെസ് കൊടുത്ത് പഠിക്കാം. ഇനി നെക്സ്റ്റ് ആണ് സെക്ഷൻ 4. ഇൻക്ലൂഡ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് സ്റ്റാൻഡേർഡ്സ്. എന്താണ്? മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4ൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് നോക്കിയേ? ഫസ്റ്റ് വൺ മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, അതിന്റെ ഷോർട്ട് ഫോം MPE. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് സെക്ഷൻ 4ൽ വരുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. MPE എന്ന് പറഞ്ഞാല് മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് MPE എന്ന് പറഞ്ഞാല്. ഇനി ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം, അതിന്റെ ഷോർട്ട് ഫോം ആണ് HRP. എന്താണ്? റിസർച്ച് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് HRP എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. സെക്ഷൻ 4ൽ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 4th സെക്ഷൻ വരെയുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നുകൂടി പറയണോ മിസ്? ഓക്കെ, സെക്ഷൻ 1ല് ഫസ്റ്റ് APR എന്ന് പറഞ്ഞത് ഒന്ന് ഓർത്ത് വെക്കാം. സെക്ഷൻ 2ല് ഫസ്റ്റ് 1 ഉണ്ട്. ഏതാണ്? IPSG, അതുപോലെ MMU, PFE. ഇനി സെക്ഷൻ 3ല് വരുന്നത് ഏതൊക്കെയാണ്? QPS ഉം അതുപോലെ FMS ഉം. 4th സെക്ഷനിൽ രണ്ട് കാര്യങ്ങളാണ്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. MPE യും HRP. വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒരു സെക്ഷൻ വരെ നെക്സ്റ്റ് ആണ് JCI 5th edition of the hospital standards contains. ഓക്കെ, JCIയുടെ 5th എഡിഷനില് ഉള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 285 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. JCI 5th എഡിഷനില് എന്താണ് 285 സ്റ്റാൻഡേർഡ്സും അതുപോലെ 1160 മെഷറബിൾ എലമെന്റ്സും ഉണ്ട്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാട്ടോ. 285 സ്റ്റാൻഡേർഡ്സുകളും 1160 മെഷറബിൾ എലമെന്റ്സുമാണ് ഉള്ളത്. ഇനി റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. The standards will be re-examined and published at least every 3 years. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? JCIയുടെ സ്റ്റാൻഡേർഡ്സ് ഓരോ 3 years, every 3 years കൂടുമ്പോഴും ആ സ്റ്റാൻഡേർഡ്സ് പുനർക്രമീകരിക്കുകയും റീഎക്സാമിൻ ചെയ്യുകയും അതുപോലെ തന്നെ അതില് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട്. ഓക്കെ, റീഎക്സാമിൻ ആൻഡ് പബ്ലിഷ്ഡ് അല്ലെ, മാറ്റങ്ങൾ വരുത്തി അത് എന്താണ് പുനർപരിശോധിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ പറയുന്നത് JCI സ്റ്റാൻഡേർഡ്സില് ഓരോ 3 വർഷം കൂടുമ്പോഴും ആ സ്റ്റാൻഡേർഡ്സ് പുനർപരിശോധിക്കുകയും അതില് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട്. ഓക്കെ, എവറി 3 years എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഈ നാബിന്റെ പഠിക്കുമ്പോ നാബിന്റെയും ഇയേഴ്സിൽ വ്യത്യാസമുണ്ട്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓക്കെ, JCIയിലെ 5th എഡിഷനില് 285 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 1160 മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം, ചോദിച്ചാൽ നമുക്ക് എഴുതണം. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഈ സ്റ്റാൻഡേർഡ്സ് എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ് അത് റീഎക്സാമിൻ ചെയ്യുന്നത് ചോദിക്കാവുന്നതാണ്. എവറി 3 years കൂടുമ്പോഴും 3 years കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അത് പുനർപരിശോധിക്കുകയും അതുപോലെ തന്നെ അതില് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട്. ഇത്രയും വരെ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നോക്കിയേ, JCI സർവേ മെത്തഡോളജി. എന്താണ് JCI സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞാല്? സർവേ പ്രോസസ് ബിക്കം ഓപ്പറേഷണൽ. Typical survey team include a physician, nurse, and administrator. Underline ചെയ്തേ. Typical survey team include a physician, nurse, and administrator. Survey methodology എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെറുതെ ഒരു സ്ഥാപനത്തിന് എന്ത് കൊടുക്കാൻ പറ്റില്ല? അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല അല്ലെ, അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റില്ല. അതെന്ത് ചെയ്യണം? കൃത്യമായിട്ട് സ്റ്റാൻഡേർഡുകൾ പാലിച്ചിട്ടുള്ള ഹോസ്പിറ്റൽസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്രഡിറ്റേഷൻ, അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ മെത്തഡോളജി, സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സർവേ ചെയ്യുമ്പോൾ അതിലുള്ള സർവേ ടീം ആരൊക്കെയാണെന്നാണ് പറയുന്നത്? ഫിസിഷ്യൻ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സർവേയേഴ്സ് എന്ന് പറഞ്ഞാല് സർവേ ചെയ്യുന്ന ആളുകള്. Assess various units in an organization and discuss their findings. നമുക്കറിയാം എന്താണ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ സർവേ എടുക്കാൻ വരില്ലേ മഴക്കാലമാകുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പടർന്ന് പിടിക്കുമ്പോ അവിടെ നിന്ന് എന്താണ് ആശാ വർക്കേഴ്സ് ഒക്കെ വരാറുണ്ട് അല്ലെ.
അവരെങ്ങനെയാ സർവേ എടുക്കാൻ വരാറ്? ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൂട്ടമായിട്ടാണോ വരാറ്? ഇങ്ങനെയാണ്. മിനിമം എത്ര പേരുണ്ടാവും? കൂട്ടമായിട്ട് മിനിമം ഒരു 2 പേരെങ്കിലും ഉണ്ടാവും അല്ലെ, 2ഓ 3ഓ അല്ലെ 4ഓ അങ്ങനെയുള്ള ആളുകൾ കൂട്ടമായിട്ടാണ് അവര് വരാറ് അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ അതാണ് ഇവിടെ പറയുന്നത്, കൂട്ടമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അവര് കുറെ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കും, പരിസരങ്ങളെ നോക്കും. അതുപോലെ ഇപ്പോ എന്താണ്, ഇപ്പോ ചിരട്ടകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, അത് കളയാനായിട്ടൊക്കെ പറയും അല്ലെ. നമുക്ക് കുറെ അഡ്വൈസ് പറഞ്ഞു തരാം അല്ലെ, കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അവര് ബ്ലീച്ചിങ് പൗഡർ ഇതൊക്കെ തരാറുണ്ടല്ലേ നമുക്ക് കിണറുകളിലൊക്കെ ഇടാനായിട്ട്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ എന്താണ്, അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് അവര് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇങ്ങനെ സർവേ ചെയ്യുമ്പോ കുറെ കാര്യങ്ങൾ അവര് കണ്ടെത്തുന്നുണ്ട്. ഓക്കെ. സർവേയിലൂടെ അവര് സർവേക്ക് എടുത്ത ശേഷം ഓരോരുത്തരും കുറെ കാര്യങ്ങൾ കണ്ടെത്തി ഒരു ഫൈനൽ ഫൈൻഡിങ്സിലോട്ട് എത്തും അല്ലെ. ഡിസ്കസ് ചെയ്ത ഒരു ഫൈനൽ ഫൈൻഡിങ്സിലോട്ട് എത്തുന്നു. എന്താണ് ഫൈനൽ ഫൈൻഡിങ്സ്? Surveys conduct a complete system analysis on integration and coordination of care processes. ഇനി എന്താണ്, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സർവേ നടത്തിയിട്ട് ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുന്നുണ്ട്. എന്താണ് ആ റിസൾട്ട് എന്ന് പറഞ്ഞാല്, പരിചരണ പ്രക്രിയ നല്ല രീതിയിലാണോ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത്? ഓക്കെ. പരിചരണ പ്രക്രിയ നല്ല രീതിയിലാണോ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത്? അതുപോലെ തന്നെ എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണോ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ സർവേയിലൂടെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? എല്ലാവരും സർവേ ചെയ്ത റിസൾട്ടിൽ നിന്ന് ഒരു ടോട്ടൽ ഫൈൻഡിങ്സിലോട്ട് അവരെത്തും. എന്താണ് ആ റിസൾട്ട് എന്ന് പറഞ്ഞാല്, പരിചരണ പ്രക്രിയ നല്ല രീതിയിലാണോ, ഒരു ക്വാളിറ്റിയോടെയാണോ ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നത്? അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളായാലും ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണോ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്നുള്ളത് ഈ സർവേയിലൂടെ കിട്ടുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സർവേയിലൂടെയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ല രീതിയിലാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്ന് ഈ സർവേയിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തഡോളജി, ഒരു മെത്തേഡാണ് എന്ത്, സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് വേണം അവർക്ക് എന്ത് കൊടുക്കാനായിട്ട്, അക്രഡിറ്റേഷൻ നൽകാനായിട്ട്. ക്ലിയർ ആയോ? അതാണ് സർവേ മെത്തഡോളജി. ഓക്കെ. അപ്പോ സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞാല് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ അതിന്റെ സർവേ ടീം ആരൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. ഫിസിഷ്യൻ ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഓക്കെ. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. അക്രഡിറ്റേഷൻ സർവേസ്. ഇനി ഏതെല്ലാം രീതികളിലൂടെ നമുക്ക് സർവേ നടത്താൻ പറ്റും എന്നാണ് 3 പോയിന്റുകളിലാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, interview with the staff and patient and other verbal information. എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റിനെയും അതുപോലെ സ്റ്റാഫിനെയും നമുക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് സർവേ നടത്താം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അതർ വെർബൽ ഇൻഫർമേഷൻസ്, മറ്റേതെങ്കിലും വാക്കാലുള്ള ഇൻഫർമേഷൻസിലൂടെ നമുക്ക് ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താണ്, ഓൺ സൈറ്റ് ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേസ്. ഓക്കെ. എന്താ പറയുന്നത്, ഓൺ സൈറ്റ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നിരീക്ഷിച്ചല്ലേ, അത് നേരിട്ട് കണ്ട്. ഓൺ സൈറ്റ് എന്ന് പറഞ്ഞാല് നേരിട്ട് കണ്ടത് നിരീക്ഷിച്ച് നമുക്ക് ആ നിരീക്ഷണത്തിലൂടെ പല ഡാറ്റകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താണ്, അതുമല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ് പ്രൊവൈഡ് ബൈ ദ ഓർഗനൈസേഷൻ. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സുകൾ അല്ലെ, പല കാര്യങ്ങളും, പോളിസീസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്, അതുപോലെ അതർ ഡോക്യുമെന്റുകൾ ഉണ്ട്. ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവേ നടത്താനായിട്ട് പറ്റും. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ?
ഇനി നെക്സ്റ്റ് ആണ് സ്കോറിംഗ് ദ സർവീസ് റിസൾട്ട്. നമ്മൾ പറഞ്ഞല്ലേ ഓരോ സ്റ്റാൻഡേർഡ്സിന് നമ്മൾ സ്കോർ ചെയ്യണം അല്ലെ, സ്കോർ കൊടുക്കണം. അത് കൊടുത്തിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആ സ്കോർ നമ്മൾ നോക്കണം. നോക്കിയേ, സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. Each standard must contain a scoring of at least 5. അപ്പൊ എന്താണ്, ഓരോ സ്റ്റാൻഡേർഡ്സിനും അല്ലെ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡ്സിനും കുറഞ്ഞത് എത്ര സ്കോർ വേണം? അറ്റ്ലീസ്റ്റ് 5. ഓക്കെ, അറ്റ്ലീസ്റ്റ് 5 എങ്കിലും ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റാൻഡേർഡ്സിനും അറ്റ്ലീസ്റ്റ് 5 സ്കോർസ് എങ്കിലും ഉണ്ടായിരിക്കണം. Each chapter must have a score of at least 8. ഇനി ചാപ്റ്റേഴ്സിന് എത്ര സ്കോർ വേണം? അറ്റ്ലീസ്റ്റ് 8 സ്കോർ എങ്കിലും ഉണ്ടായിരിക്കണം. All standards must together average for at least 9. All standards must together average for at least 9. എന്താ പറയുന്നത്? എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് നമ്മൾ നോക്കുമ്പോ അറ്റ്ലീസ്റ്റ് 9 സ്കോർ എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി എന്താണ്? All measurable elements are averaged to obtain the score for the standards. എല്ലാ മെഷറബിൾ എലമെന്റ്സിന്റെയും ആവറേജ് നമ്മൾ എടുത്താൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എന്താ കിട്ടുന്നത്? ഒരു എല്ലാ മെഷറബിൾ എലമെന്റ്സിന്റെയും ആവറേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറയാം, ഓരോ സെക്ഷൻ അതിന്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എടുക്കാം, അതിന്റെ ഇടയിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിന്റെ ഇടയിൽ എന്തായിരിക്കാം? സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട് അല്ലെ. ആ സ്റ്റാൻഡേർഡ്സിന്റെ ഇടയിൽ മെഷറബിൾ എലമെന്റ്സ് ആണ്. അങ്ങനെ കണക്ട് ചെയ്തൊന്ന് നോക്കാം. ഇനി എന്താ പറയുന്നത്? ഓരോ മെഷറബിൾ എലമെന്റ്സും അടിയിൽ നിങ്ങളൊന്ന് മേലയിലോട്ട് പോയേ നോക്കിയേ, ഓരോ മെഷറബിൾ എലമെന്റ്സിന്റെയും ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തൊട്ട് മുകളിലുള്ള സ്റ്റാൻഡേർഡ്സിന്റെ അല്ലെ സ്കോർ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? കണക്ട് ചെയ്തൊന്ന് നോക്കിയൊക്കെ അപ്പൊ കിട്ടും, അപ്പൊ മനസ്സിലാവും. സെക്ഷൻ, ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, മെഷറബിൾ എലമെന്റ്സ്, അങ്ങനെയാണ് പോകുന്നത്. ഇനി അടിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മെഷറബിൾ എലമെന്റ്സിന്റെ ഓൾ ആയിട്ടുള്ള മെഷറബിൾ എലമെന്റ്സിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാല് തൊട്ട് മുമ്പിലുള്ള സ്റ്റാൻഡേർഡ്സിന്റെ സ്കോർ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ചിലപ്പോ ഡൗട്ട് വരാം, അതാണ് പറയുന്നത്. എല്ലാ മെഷറബിൾ എലമെന്റ്സിന്റെ ഒരു ആവറേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡിന്റെ സ്കോർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? സ്കോറിംഗ് സർവേ റിസൾട്ട്. ഈച്ച് മെഷറബിൾ എലമെന്റ്സിന്റെ ഷോർട്ട് ഫോം ആണ് ME. ഓക്കെ, മെഷറബിൾ എലമെന്റ്സ് is scored. എങ്ങനെയാണ് മെഷറബിൾ എലമെന്റ്സിന് സ്കോർ ചെയ്യുന്നത്? മെറ്റ് 10. എന്താണ്? മെഷറബിൾ എലമെന്റ്സ് കൃത്യമായിട്ട് എല്ലാം കൃത്യമായിട്ട് പാലിച്ചാൽ എന്ത് കിട്ടും? 10 സ്കോർ കൊടുക്കാം. ഇനി പാർഷ്യലി മെറ്റ് ആണെങ്കിലോ 5 ആണ് സ്കോർ വരുന്നത്. പകുതിയാണെങ്കിൽ 5 വരും. ഇനി നോട്ട് മെറ്റ് ഒന്നും പാലിച്ചില്ലെങ്കിലോ എന്താ വരാ? 0 സ്കോർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, എല്ലാ എലമെന്റ്സ് പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 10 വരും. ഇനി പാർഷ്യലി ആണെങ്കിൽ 5 വരും. ഒന്നുമല്ല നോട്ട് മെറ്റ് ആണെങ്കിൽ 0 വരുന്നു. All standards are averaged to obtain the score of the chapter. എന്താണ്? എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെയും ആവറേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സിന്റെ സ്കോർ കിട്ടുന്നു. ക്ലിയർ ആയോ? അടിയിൽ മേലേക്ക് പോവാ. ഓക്കെ, ഞാൻ പറഞ്ഞു ചാപ്റ്റേഴ്സ് അല്ലെ, ഓരോ സെക്ഷൻ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ അടിയിൽ എന്ത് വരും? സ്റ്റാൻഡേർഡ്സ് വരും. അതിന്റെ അടിയിൽ മെഷറബിൾ എലമെന്റ്സ് വരും. ഇനി സ്റ്റാൻഡേർഡ്സിന്റെ ആവറേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിന്റെ സ്കോർ നമുക്ക് കിട്ടുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ all chapters are averaged to obtain the overall scores. എന്താണ്? എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ആവറേജ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ഒരു സ്കോർ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് വന്നോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ആണ് നാബ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് നാബ്. നാബിന്റെ ഫുൾ ഫോം ചോദിക്കാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും അണ്ടർലൈൻ ചെയ്യാം. നാബ് എന്താണ്, എ എന്താണ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഒന്ന് പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നാബിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ. നാബ് എന്ന് പറഞ്ഞാൽ NABH എന്ന് പറയും, അല്ലെങ്കിൽ നാബ് എന്ന് പറയും കേട്ടോ. നാബ് സ്റ്റാൻഡേർഡ്സ് ആർ റീഫോംഡ് എവറി 4 years. ഇനി JCIയുടെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ് റീഫോം ചെയ്തിരുന്നത്, റീ എക്സാമിൻ ചെയ്തിരുന്നത്? ഓർക്കുന്നുണ്ടോ? 3. ഇനി അതുപോലെ തന്നെ നാബിന്റെ സ്റ്റാൻഡേർഡ്സുകള് റീ എക്സാമിൻ ചെയ്യുന്നത് എവറി 4 years കൂടുമ്പോഴാണ്. ഓക്കെ. ഓക്കെ. ഇനി എന്താണ് പറയുന്നത്? എന്താണ്? ആൻഡ് now the hospital implement 5th edition standards April 2020. എന്താണ്? ഇപ്പോ നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് എന്ത്? 5th edition സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അത് വന്നിരിക്കുന്നത് April 2020-ലാണ്. ഇനി എന്താണ്? നാബ് സ്റ്റാൻഡേർഡ് സെന്റേഴ്സ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് quality of the delivery of services by the hospital in changing healthcare environment. NAB is given by an autonomous body set up by the Government of India known as QCI, Quality Council of India, which is the standard making body in ഇന്ത്യ. ഓക്കെ. നാഷണലി അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് നാബ് എന്ന് പറയുന്നത്. JCI ആണെങ്കിൽ ഇന്റർനാഷണലി ആണ്. അതാണ് ഡിഫറൻസ് വരുന്നത്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി നിങ്ങൾക്ക് നാബ് പഠിക്കാനുണ്ട്. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. ഇത്രയും വരെ മനസ്സിലാക്കി വെക്കാം. ഇത്രയും മാത്രം. ഓക്കെ. അപ്പോ നാബിന്റെ റീഫോം ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് റീഫോം ചെയ്യുന്നത് എവറി 4 years കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ നിലവിൽ 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് April 2020-ലാണ്. ഇനി നാബ് സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പേഷ്യന്റ് സേഫ്റ്റിയെയും അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയറിലുമാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ്
delivery of service by the hospital in changing healthcare environment. Okay. അവിടെ എന്താണ് നാബ് സ്റ്റാൻഡേർഡ്സ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിനൊക്കെയാണ്? പേഷ്യന്റ് സേഫ്റ്റിയെയും അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന ഡെലിവറി ചെയ്യുന്ന സർവീസിന്റെ ആ ക്വാളിറ്റിനെയുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി എന്താണ്? നാബ് given by the autonomous body set up by the government of India known as QCI, underline ചെയ്തേ, Quality Council of India. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് QCI എന്ന് പറയുന്നത്. ഇനി എന്താണ് QCI എന്ന് പറഞ്ഞാല്? സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് QCI എന്ന് പറഞ്ഞാല്. ഓരോ സ്റ്റാൻഡേർഡ്സുകളിലെ അത് മേക്ക് ചെയ്യുന്ന ആ ബോർഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് QCI എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. JCI ആണെങ്കിൽ ഇന്റർനാഷണൽ ആണ്. ഈ നാബ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്വയംഭരണ സ്ഥാപനമാണ് നാബ്. ഓക്കെ, അവിടെ എന്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പേഷ്യന്റ് സേഫ്റ്റിയെയും അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സർവീസിനെയുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? QCI എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. QCI എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ്. ഓക്കെ, ക്ലിയർ ആണോ ആ പാരഗ്രാഫ്? നെക്സ്റ്റ് ആണ് NAB mainly divides hospital into two main divisions. നാബിന്റെ ഹോസ്പിറ്റൽ, നാബ് രണ്ടായിട്ട് ഹോസ്പിറ്റലുകളെ തിരിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? SHCOയും HCOയും. SHCO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അവിടെ എന്താണ്? വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ. 50 ബെഡിൽ കുറവുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് സ്മോൾ ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ HCO എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. വിത്ത് മോർ ദാൻ 50 ബെഡ് അല്ലെ, 50 ബെഡുകളില് മുകളിലുള്ള ഹോസ്പിറ്റലുകൾ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോ HCO എന്നുള്ളത് ഒന്ന് പഠിക്കാം. ഏതാണ്? എക്സ്പാൻഡഡ് ഫോം വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ, എക്സ്പാൻഡഡ് ഫോം. അതുപോലെ തന്നെ HCOയും പഠിക്കുക കേട്ടോ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഓക്കെ, മെയിൻ നാബ് ഗേറ്റ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters with 100 standards and 651 objective elements. ഓക്കെ, നമ്മള് JCIയുടെ പഠിച്ചു അല്ലെ. JCIയുടെ എത്രയാണ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സ്റ്റാൻഡേർഡ്സ് അതുപോലെ മെഷറബിൾ എലമെന്റ്സ് പഠിച്ചല്ലേ? 1160 അല്ലെ, 285 സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ 1160 മെഷറബിൾ എലമെന്റ്സ് ആണ്. അതുപോലെ നാബിനും എന്തുണ്ട്? 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ മെഷറബിൾ എലമെന്റ്സ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാല് മെഷറബിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞാല് ഒന്ന് തന്നെയാണ്. അപ്പൊ നാബിന് ഉള്ളത് എന്താണ്? 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 മെഷറബിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ഇനി സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഗോൾ ഫോർ പെർഫോമൻസ്. എന്താ പറയുന്നത്? ഓരോ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റൽ പെർഫോമൻസ് ലെവല് എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ആ ഹോസ്പിറ്റലിൽ പെർഫോം ചെയ്യുന്ന ആ ലെവൽ എത്രത്തോളം ഉണ്ട്, നല്ല നിലവാരമുണ്ടോ എന്ന് നമ്മൾ നോക്കും അല്ലെ. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഹോസ്പിറ്റലിലെ പെർഫോമൻസ് സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? എലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഈസ് യൂസ്ഡ്. എന്താണ്? സെറ്റ് ഗോൾ.
Okay, each elements comes under each standards and it used to monitor the performance. എന്താണ് elements സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ് അല്ലെ. പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ്സ് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ, ഓരോ സ്റ്റാൻഡേർഡ്സും. ഓക്കെ, അപ്പോ ഈ സ്റ്റാൻഡേർഡ്സിന്റെ ആ കീഴിൽ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് മെഷറബിൾ എലമെന്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ ഓർഡർ നിങ്ങൾ നോക്കാം കേട്ടോ. ഓരോ സെക്ഷനുകളുണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. അപ്പോ സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. നാബിന്റെ അതിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 651 അല്ലെ. ഇനി ആ 651 എലമെന്റ്സിനെ ഡിഫറെന്റ് കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിട്ടുണ്ട്. ഓരോ കാറ്റഗറിക്കും ഓരോ പേരുകളുണ്ട്, ഓരോ നമ്പേഴ്സും ഉണ്ട് കേട്ടോ. 651 എണ്ണത്തില് ആ 1 102 എണ്ണം എന്താണ്, കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. 102 എണ്ണം കോർ കാറ്റഗറിയാണ്. which are essentially evaluated during each assessment. അപ്പൊ എന്താണ് കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്? ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സുകളാണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. മനസ്സിലായോ? കോർ കാറ്റഗറിയിൽ വരുന്നത് ഓരോ അസസ്മെന്റ്, ഓരോ വിലയിരുത്തൽ നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ്, അതാണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ് കോർ കാറ്റഗറിയിൽ വരുന്നത്. ഇനി 651 എണ്ണത്തില് 459 എണ്ണം എന്താണ്, കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്. ഓക്കെ, ഓരോ കാറ്റഗറിയും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എത്ര എണ്ണം ഉണ്ടെന്നൊന്നും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, എത്രയാണെന്നുള്ളത് കേട്ടോ. നമ്പേഴ്സ് which will be evaluated during final assessment. ഇനി എന്താണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്? എന്താണ്, അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തുന്ന എലമെന്റ്, ഫൈനൽ അസസ്മെന്റ് സമയത്ത് മാത്രം അല്ലെ. അതാണ് അന്തിമ സമയത്ത് മാത്രം, ഫൈനൽ അസസ്മെന്റ് സമയത്ത് മാത്രം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന എലമെന്റ്സിനെയാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫൈനൽ അസസ്മെന്റിന് മാത്രം നമ്മൾ വിലയിരുത്തുന്ന, അതിന് വേണ്ടിയിട്ട് മാത്രം വിലയിരുത്തുന്ന എലമെന്റ്സ്. ഇനി എന്താണ്, 60 എണ്ണം 651 എണ്ണത്തില് 60 എണ്ണം ഏത് കാറ്റഗറിയാണ്? അച്ചീവ്മെന്റ് കാറ്റഗറിയാണ്. which will be checked out during surveillance. സർവീലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽനോട്ടം, സൂപ്പർവിഷൻ പറയില്ലേ, സൂപ്പർവിഷൻ എന്നൊക്കെ പറയാം. അപ്പോ അങ്ങനെയുള്ള അസസ്മെന്റിന് വേണ്ടിയിട്ട് അപ്പൊ എന്താണ്, 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? നിരീക്ഷണ മൂല്യനിർണയ വേളകളില് ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ്. ഓക്കെ, നിരീക്ഷണം അല്ലെ, സൂപ്പർവിഷൻ അല്ലെ, സർവീലിയൻസ് എന്ന് പറഞ്ഞാല് മേൽനോട്ടം. അപ്പൊ നിരീക്ഷണ മൂല്യനിർണയ വേളകളില് ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നോക്കിയേ, 651 എണ്ണത്തില് 30 എണ്ണം ഏതാണ്? എക്സലൻസ് കാറ്റഗറിയാണ് അല്ലെ. which will be evaluated during re-accreditation. എന്താണ്, re-accreditation സമയത്ത് മാത്രം വിലയിരുത്തുന്ന എലമെന്റ്സ് ആണ് ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റീഅക്രഡിറ്റേഷൻ സമയത്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്യുന്ന എലമെന്റ്സ്, അതാണ് 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പോ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 102 കോർ കാറ്റഗറി, 489 കമ്മിറ്റ്മെന്റ് കാറ്റഗറി, 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറി, 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടും. ഓക്കെ, ഇത്ര വരെ ഓക്കെ ആണോ? ഇത്ര വരെ മീൻസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ ആണ് അല്ലെ? ഇത്ര വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.